question. Show that if the diagonals of a quadrilateral bisect each other at right angles. ഈ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് എഴുതി പോകുന്നത് നല്ലതാണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എന്തൊക്കെ തന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം എഴുതാം. ക്വസ്റ്റ്യൻ എന്ന് വായിച്ചേ, ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ദെൻ ഇറ്റ് ഈസ് എ റോംബസ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വാഡ്രിലാറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ വരും ഏത് ഡയഗ്രമാണ് വരയ്ക്കേണ്ടതെന്നുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എപ്പോഴും നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യാനുള്ളത് ആ ഡയഗ്രാം വേണം വരയ്ക്കാൻ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? ദെൻ ഷോ ദാറ്റ് ഇറ്റ് ഈസ് എ റോംബസ് എന്നാ. അപ്പൊ നമ്മൾ ഇവിടെ വരയ്ക്കേണ്ടത് ശരിക്കും പറഞ്ഞ ഒരു റോംബസ് ആണ്. സ്കെയിലിന്റെ സഹായം ഇല്ലാതെ വരച്ചാലും മതി കേട്ടോ. അങ്ങനെ സ്കെയിലിന്റെ സഹായം എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ശരി, അപ്പൊ എന്താണ് ഈ ക്വസ്റ്റ്യൻ തന്നത്? ഗിവൺ ABCD be a quadrilateral അല്ലേ? അതാദ്യം എഴുതാം. ABCD be a. അപ്പൊ ABCD ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് എഴുതി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഡയഗണൽസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ് എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽസ് ഏതൊക്കെയാ? ഡയഗണൽസ് BDയും അതേപോലെ തന്നെ ACയും ഡയഗണൽസ് ആണ്. അപ്പൊ നമുക്കതൊന്ന് എഴുതാമല്ലോ. സോ ABCD be a quadrilateral അല്ലേ? വിത്ത് ഡയഗണൽസ് ഏതൊക്കെയാണ്? ഡയഗണൽസ് AC ആൻഡ് BD ഇന്റർസെക്ട് അറ്റ് O. ഇത്രയുമേ ഉള്ളൂ ഗിവൺ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ബൈസെക്ട് ഈച്ച് അതർ അറ്റ് 90 ഡിഗ്രി അല്ലേ? എന്താ ബൈസെക്ട് എന്ന് പറഞ്ഞാൽ? ഞാൻ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ B തൊട്ട് O വരെയുള്ള ദൂരം അത് തന്നെ ആയിരിക്കും D തൊട്ട് O വരെയുള്ള ദൂരം. ദാറ്റ് ഈസ് BO is equal to DO ആയിരിക്കും അല്ലേ? സോ BO is equal to DO ആണ്. പിന്നെ അതേപോലെ AC എന്നുള്ള ഡയഗണൽ അതും എന്താകും? രണ്ട് ഈക്വൽ പാർട്ട് ആകും അല്ലേ? സോ AC, സോ AO is equal to CO അല്ലേ? ആൻഡ് AO is equal to CO. തീർന്നില്ല, ഒന്നുകൂടെ. ദ ഡയഗണൽസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ബൈസെക്ട് ഈച്ച് അതർ അത്ര എഴുതി അറ്റ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കത്തെ ആംഗിൾ ഇല്ലേ, ഈ ആംഗിൾ എല്ലാം എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? 90 ഡിഗ്രി എന്നാ. നമുക്കിതിന് ചുമ്മാ പേര് കൊടുക്കാം. ഇതിന് ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3, ആംഗിൾ 4 അതുകൂടി എഴുതാമല്ലോ. ആൻഡ് ആംഗിൾ 1 is equal to, ആംഗിൾ 2 is equal to, ആംഗിൾ 3 is equal to, ആംഗിൾ 4 is equal to. ആംഗിൾ എല്ലാം എന്താണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഗിവൺ ആയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഷോ ദാറ്റ് ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. ദെൻ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് എ റോംബസ് അല്ലെ? അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്തുവാ? ടു പ്രൂവ് ദാറ്റ് ഇത് എന്തായിരിക്കണം? ഈ ABCD എന്നുള്ള ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കണമെന്ന്? റോംബസ് ആയിരിക്കണമെന്ന്. സോ ABCD ഈസ് എ റോംബസ് ആകണമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇതൊരു വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് റോംബസ് ആണെന്ന് മാത്രം പ്രൂവ് ചെയ്താൽ മതി. എന്താ റോംബസിന്റെ പ്രത്യേകത ഓർക്കുന്നോ? ഒരു റോംബസ്, ഈ റോംബസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ റോംബസിന്റെ 4 സൈഡും ഈക്വൽ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സൈഡും ഈ സൈഡും ഈ 1, 2, 3, 4 സൈഡ്സ് തമ്മിൽ ഈക്വൽ ആകണമെന്നുള്ള ഒറ്റ കണ്ടീഷൻ മാത്രമേ റോംബസിനുള്ളൂ. അപ്പൊ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് ഇപ്പൊ ABCD ഈസ് എ റോംബസ് എന്ന് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ സൈഡ്സ് ഏതൊക്കെയാണ്? ഈ ക്വാഡ്രിലാറ്ററലിന്റെ സൈഡ്സ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് AB കണ്ടോ, ABയും അതേപോലെ BCയും is equal to CDയും അതേപോലെ AD. ഈ 4 സൈഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പതിവ് പോലെ നമ്മൾ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഏതെങ്കിലും 2 ട്രയാങ്കിൾ. ഇപ്പൊ ഇവിടെ ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും കൺസിഡർ ചെയ്യുന്നു. ഈ ട്രയാങ്കിളിന്റെ പേരെന്ന് പറഞ്ഞ ട്രയാങ്കിൾ AOD അല്ലേ? അപ്പം ഈ 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ AOD ആൻഡ് ഈ ട്രയാങ്കിളിന്റെ പേര് ട്രയാങ്കിൾ AOB. ഈ 2 ട്രയാങ്കിൾസ് കോൺഗ്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി. ഇത് വളരെ ഈസിയാ പ്രൂവ് ചെയ്യാൻ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ നമുക്ക് ഈക്വൽ ആയിട്ടുള്ളത്? ഈ 2 ട്രയാങ്കിളും കണ്ടോ ഒരു കോമൺ സൈഡ് ഉണ്ട്. ആ സൈഡിന്റെ പേരെന്തുവാ? AO. കണ്ടോ, AO എന്നുള്ള സൈഡ് ഈ 2 ട്രയാങ്കിളിലും കോമൺ ആണ്. കണ്ടോ AO, 2 സൈഡിലും AO ഉണ്ടല്ലോ. അത് നമുക്ക് ആദ്യം എഴുതാം. സോ AO is equal to AO. എന്താ അതിന്റെ റീസൺ? കോമൺ സൈഡ്. പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? ദേ കണ്ടില്ലേ, ഇവിടെ ഈ ഗ്രീൻ ട്രയാങ്കിളിൽ DO is equal to
റെഡ് ട്രയാങ്കിളിലെ BO ആണോ? DOയും BOയും ഈക്വൽ ആണോ? എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ദേ കണ്ടോ, BO is equal to DO. അപ്പൊ അത് എഴുതാമല്ലോ. സോ DO is equal to BO. എന്താ അതിന്റെ കാരണം? ഗിവൺ ആണ്. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഈക്വൽ ആയിട്ടുള്ളത്? നോക്കിയേ, രണ്ട് ട്രയാങ്കിളിലും കണ്ടോ, ഈ രണ്ട് സൈഡ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടോ എത്രയാണത്? ആംഗിൾ 1 is equal to ഈ രണ്ട് സൈഡ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടോ, ഈ രണ്ട് സൈഡ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ഏതാണത്? ആംഗിൾ 2. എന്താ അതിന്റെ റീസൺ? ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ആംഗിൾ 1 is equal to ആംഗിൾ 2 is equal to എക്സെട്ര. ഈ 4 ആംഗിളും എത്ര ആണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്? 90 ഡിഗ്രി ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ ഗിവൺ ആണ്. അപ്പൊ നോക്കി, ഈ രണ്ട് ട്രയാങ്കിൾസ് അല്ലേ, അതിലെ രണ്ട് സൈഡും അതിന്റെ ഇൻക്ലൂഡിംഗ് ആംഗിളും ഈ ട്രയാങ്കിളിലെ രണ്ട് സൈഡിനോടും അതിന്റെ ഇൻക്ലൂഡിംഗ് ആംഗിളിനോടും ഈക്വൽ ആണ് അല്ലേ? രണ്ട് സൈഡും ഇൻക്ലൂഡിംഗ് ആംഗിളും വരുമ്പോൾ കോൺഗ്രൻസിന്റെ ഏത് റൂളാണ് ഉള്ളത്? SIS ക്രൈറ്റീരിയ. അങ്ങനാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രന്റ് ആകുമോ? ആകുമല്ലോ. എന്താ റീസൺ? ട്രയാങ്കിൾ AOD കോൺഗ്രന്റ് ടു ട്രയാങ്കിൾ AOB. എന്താണ് അതിന്റെ റീസൺ? SAS കോൺഗ്രൻസ് റൂൾ. മനസ്സിലായല്ലോ. രണ്ട് സൈഡും കണ്ടോ, ഈ രണ്ട് സൈഡും അതിന്റെ ഇൻക്ലൂഡിംഗ് ആംഗിളും ഈ രണ്ട് സൈഡിനോടും അതിന്റെ ഇൻക്ലൂഡിംഗ് ആംഗിളിനോടും ഈക്വൽ ആണ്. സോ ബൈ SAS കോൺഗ്രൻസ് റൂൾ ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ്. അങ്ങനെയാണ്. അപ്പൊ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെങ്കിൽ ഒരു CPCT എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ആ CPCT അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? AD is equal to എന്ത്? AB. മനസ്സിലായല്ലോ. എന്താണ് അതിന്റെ റീസൺ? CPCT. ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? AB is equal to AD കിട്ടി. ഇനി സിമിലർലി ഇതേപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിൾസ് എടുത്തുനിന്നിരിക്കട്ടെ, ഈ രണ്ട് ട്രയാങ്കിൾസ് അതെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? AD is equal to അല്ലേ CD കിട്ടും. അതേപോലെ ഈ രണ്ട് ട്രയാങ്കിൾസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CD is equal to BC കിട്ടും. അതേപോലെ ഈ രണ്ട് ട്രയാങ്കിൾസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? BC is equal to AB എന്ന് കിട്ടും. മനസ്സിലായല്ലോ. അത് സിമിലർലി ഇട്ട് എഴുതിയാൽ മതി. നമ്മൾ വെറുതെ ഇതേപോലെ പ്രൂവ് ചെയ്യേണ്ട, കാരണം എല്ലായിടത്തും ഇതേ സ്റ്റെപ്പ് തന്നെ ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നമുക്ക് ആദ്യം കിട്ടിയത് ഏതാ? AD is equal to AB അല്ലേ? ഈ AB എന്തിന് ഈക്വല? BC കണ്ടോ, AB is equal to BC, BCക്ക് ഈക്വല. ഈ BC എന്തിന് ഈക്വല? CDക്ക് ഈക്വല. അപ്പൊ നോക്കണ്ടോ, AD is equal to എന്ന് വെച്ചാൽ നാല് സൈഡും ഇപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ കണ്ടോ, നാല് സൈഡും ഈക്വൽ ആണ് കിട്ടിയത്. ഇതാ നമ്മുടെ AD is equal to AB കിട്ടി, AB is equal to BC കിട്ടി, BC is equal to CD കിട്ടി. അതായത് ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ നാല് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. അങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ നാല് സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതെന്താണെന്ന്? നാല് സൈഡും ഈക്വൽ ആയിട്ടുള്ള ഫിഗർ നമ്മൾ പറയുന്ന പേരാണ് റോംബസ്. Therefore ABCD is a rhombus. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോണം. ശരി, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ ആൻഡ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. അപ്പൊ തന്നിരിക്കുന്നത് എന്തുവാ? ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ. അപ്പം ഇതാണ് നമ്മുടെ ഗിവൺ. ഇത്ര ഒരു പോർഷൻ ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ. അപ്പൊ നമുക്കൊരു സ്ക്വയർ ഉണ്ട്, നമുക്കതൊന്ന് എഴുതാമല്ലോ. ലെറ്റ് ABCD be a സ്ക്വയർ. ഇനി വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ. അപ്പൊ ഈ ഒരു സ്ക്വയറിന്റെ ഡയഗണൽസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ഡയഗണൽസ്? AC, പിന്നെ BD. കൂട്ടിമുട്ടുന്ന ഈ നടുക്കത്തെ പോയിന്റ് O കൊടുക്കാം. അപ്പം ലെറ്റ് ABCD be a സ്ക്വയർ. പിന്നെ ഡയഗണൽസ് ഏതൊക്കെയായിരുന്നു? AC and BD അല്ലേ? AC and BD be the diagonals. Intersect at O. അപ്പൊ ഈ തന്നിരിക്കുന്ന ഇത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ABCD ഒരു സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്വയറിന്റെ പ്രത്യേകത എന്തുവാ? സ്ക്വയറിന് ധാരാളം പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാന പ്രത്യേകത സ്ക്വയറിന്റെ ഈ നാല് സൈഡ്സും ഈക്വൽ ആണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പൊ അത് നമുക്കൊന്ന് എഴുതാമല്ലോ. Therefore എന്ത് പറയാം? AB is equal to BC is equal to അല്ലേ CD is equal to AD. കാരണം അറിയാമല്ലോ, all sides of a square are equal. ഇനി വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഈ സ്ക്വയറിന്? ഈ സ്ക്വയറിന്റെ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി അല്ലേ?
എല്ലാ ആംഗിൾസും ആംഗിൾ എ ബി സി ഡി എല്ലാ ആംഗിൾസും ഈക്വലാണ്. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി അല്ലേ? എത്രയാണത്? ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതും നമ്മുടെ ഒരു സ്ക്വയറിന്റെ പ്രത്യേകതയാണ്. ഇനി എന്താണ് ഈ ക്വസ്റ്റ്യനിൽ ഇനി ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് നോക്കാം. ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ അല്ലേ? ഈ സ്ക്വയറിന്റെ ഡയഗണൽസ് ഏതൊക്കെയാണത്? എ സിയും ബി ഡിയും. ഇതൊക്കെയാണെന്ന് പ്രൂവ് ചെയ്യണം. കണ്ടോ, ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. കണ്ടോ, ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് ബൈസെക്ട് ഈച്ച് അതർ എന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ അത് 90 ഡിഗ്രിയിലും ആണെന്ന് പ്രൂവ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പൊ എന്തൊക്കെയാ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ദാറ്റ് എന്തൊക്കെ പ്രൂവ് ചെയ്യണം? ഒന്ന്, ഡയഗണൽസ് ആർ ഈക്വൽ. ഡയഗണൽസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഏതൊക്കെയാ ഡയഗണൽസ്? എ സിയും ബി ഡിയും. അപ്പൊ നമുക്ക് ഒന്നാമത് പ്രൂവ് ചെയ്യേണ്ടത് എ സി ഈസ് ഈക്വൽ ടു ബി ഡി എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? ബൈസെക്ട് ഈച്ച് അതർ അറ്റ് ബൈസെക്ട് ഈച്ച് അതർ. ഞാൻ ഈ ബൈസെക്ട് ഈച്ച് അതറിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ കണ്ടോ, എ സി എന്നുള്ള ഡയഗണൽ അത് കൃത്യം 2 പാർട്ട് ആകുമെന്ന്. എന്ന് വെച്ചാൽ എ ഒ ഈസ് ഈക്വൽ ടു അല്ലേ, എ ഒ ഈസ് ഈക്വൽ ടു സി ഒ എന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ ബി ഒ ഈസ് ഈക്വൽ ടു ഡി ഒ എന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ പ്രൂവ് ചെയ്യണം, അറ്റ് റൈറ്റ് ആംഗിൾസ്. മനസ്സിലായോ? അതായത് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിന്റെ നടുക്കുള്ള ഈ 1 2 3 4 ഈ 4 ആംഗിൾസ് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ ഇത്രയും ജോലികളാണ് നമുക്കിവിടെ ഉള്ളത്. ഇതൊരു ലെങ്തി ക്വസ്റ്റ്യനാ. ഈ 3 കാര്യത്തിന് മനസ്സിലായല്ലോ, ഈ 1 2 3 കാര്യങ്ങൾക്കും നമ്മൾ 3 സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് എടുത്ത് അത് കോൺഗ്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ലെങ്തി ആണെങ്കിലും സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരുന്നോണം. അപ്പൊ ആദ്യമേ നമുക്ക് ട്രയാങ്കിൾ എ ഡി സിയും ട്രയാങ്കിൾ ബി സി ഡിയും എടുക്കാം. നേരത്തെ പല പ്രാവശ്യം നമ്മൾ ഈ സെയിം സ്റ്റെപ്പ് ഈ എക്സസൈസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ട്രയാങ്കിൾ എ ഡി സി, ട്രയാങ്കിൾ ബി സി ഡി. ഇത് കോൺഗ്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാമോ? ഇപ്പൊ കാണുമ്പോഴേ അറിയാം ഇതിനൊരു കോമൺ സൈഡ് ഉണ്ട് അല്ലേ? ഇപ്പൊ കണ്ടോ, ഇവിടെ ഡി സി ഉണ്ട്, ഇവിടെ സി ഡി ഉണ്ട്. ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആണല്ലോ ഈ ഒരു സൈഡ്. therefore നമുക്ക് പറയാം ഡി സി ഈസ് ഈക്വൽ ടു സി ഡി. എന്താണ് റീസൺ? കോമൺ സൈഡ്. വേറെ ഈ രണ്ട് ട്രയാങ്കിൾസിനും ഈക്വൽ ആകാൻ പറ്റിയ വേറെ സംഗതികൾ വല്ലതും ഉണ്ടോ? നോക്കിക്കേ, എ ഡി ഈസ് ഈക്വൽ ടു ബി സി. കണ്ടോ, എ ഡി ഈസ് ഈക്വൽ ടു ബി സി. എന്താ കാരണം? ഇതൊരു സ്ക്വയർ അല്ലേ? സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കുമല്ലോ. ശരിക്കും സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. കണ്ടോ, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് എ ഡി ഈസ് ഈക്വൽ ടു സി ഡി. സോ അത് എഴുതുക, എ ഡി ഈസ് ഈക്വൽ ടു സി ഡി. എന്താണത്? ഗിവൺ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഈക്വൽ ആയിട്ട്? ഈ റെഡ് ട്രയാങ്കിളിൽ ആംഗിൾ എ ഡി സി കണ്ടോ, ആംഗിൾ ഡി ആണത് ആക്ച്വലി. അതേപോലെ ഗ്രീൻ ട്രയാങ്കിളിൽ ആംഗിൾ ബി സി ഡി, ഡി ഒരു ആംഗിളും ഈ ഒരു ആംഗിളും, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആകുമോ? സോ ആംഗിൾ എ ഡി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി സി ഡി. എന്താ കാരണം? രണ്ടും എന്താണ്? 90 ഡിഗ്രി. അതും എന്താണ്? ഗിവൺ ആണ്. അതിന്റെ റീസൺ അറിയാമല്ലോ, ഒരു സ്ക്വയറിലെ ആംഗിൾസ് ഒക്കെ 90 ഡിഗ്രി ആയിരിക്കും. അന്നേരം നമ്മൾ നോക്കിക്കേ, രണ്ട് സൈഡ് അല്ലേ, രണ്ട് സൈഡ് അതിന്റെ ഇൻക്ലൂഡിങ് ആംഗിള്. ഈ ഗ്രീൻ ട്രയാങ്കിളിലെ രണ്ട് സൈഡ് അതിന്റെ ഇൻക്ലൂഡിങ് ആംഗിൾ. അപ്പൊ രണ്ട് സൈഡും അതിന്റെ ഇൻക്ലൂഡിങ് ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആയിരിക്കുമോ? സോ ട്രയാങ്കിൾ എ ഡി സി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ബി സി ഡി. രണ്ട് സൈഡും അതിന്റെ ഇൻക്ലൂഡിങ് ആംഗിളും ഏതാണ് റൂൾ? SIS ക്രൈറ്റീരിയ. നമുക്ക് ആദ്യമേ പ്രൂവ് ചെയ്യേണ്ടത് ഡയഗണൽസ് ആർ ഈക്വൽ എന്നല്ലേ? അതായത് എ സി ഈസ് ഈക്വൽ ടു ബി ഡി എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? അത് ഇവിടുന്ന് കിട്ടുമോ? നോക്കിക്കേ, എ സി ഈസ് ഈക്വൽ ടു ബി ഡി. therefore എ സി ഈസ് ഈക്വൽ ടു ബി ഡി. എന്താണ് റീസൺ? CPCT. ഒന്നാമത്തെ കാര്യം കിട്ടി. ഇനി രണ്ടാമതായിട്ട് AO ഈസ് ഈക്വൽ ടു CO വേണം, BO ഈസ് ഈക്വൽ ടു DO വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ കേസിൽ 3 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ആദ്യത്തേത് ഇവിടെ കൺസിഡർ ചെയ്തു, ഒന്നാമത്തെ ആൻസർ കിട്ടി. ഇനി എന്താണ്? ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യണം. ഇതിന്റെ പേരെന്ന് പറഞ്ഞേ, ട്രയാങ്കിൾ AOB അല്ലേ? ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ COD. മനസ്സിലായല്ലോ? ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ജോലി.
എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കോൺഗ്രുവൻസി? ഇത് രണ്ടുമാണ് നമ്മുടെ ട്രയാങ്കിൾസ്. കാണുമ്പോഴേ അറിയാം ഈ സൈഡ് അല്ലേ, ഈ രണ്ട് സൈഡ്സ് തമ്മിൽ ഈക്വല. ഏതാണ് സൈഡ്? എ ബി ഈസ് ഈക്വൽ ടു സി ഡി. എന്താണ് റീസൺ? പറയാമോ എന്തുകൊണ്ടാണ് ഇത് ഈക്വല എന്നുള്ളത്? എ ബി സി ഡി ഒരു സ്ക്വയർ ആണ് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ അല്ലേ? സോ എ ബിയും സി ഡിയും ഈക്വൽ ആണ്. കണ്ടോ, എ ബി ഈസ് ഈക്വൽ ടു സി ഡി നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്താണ് റീസൺ? ഗിവൺ. വേറെ എന്തെങ്കിലും ഉണ്ടോ ഈക്വൽ ആയിട്ട്? ഡി ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിലെ ഈ ഒരു ആംഗിളും ഈ ട്രയാങ്കിളിലെ ഈ ഒരു ആംഗിളും ഈക്വൽ അല്ലേ? ഇപ്പൊ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2. എന്താണ് റീസൺ എന്ന് പറയാമോ? ആംഗിൾ 2 ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലേ? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഇതേപോലെ തന്നെ നോക്കി, ഡി ആംഗിൾ അല്ലേ, ഈ ആംഗിളും ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിൾസ്. ഇപ്പൊ ഇതിന് 3 എന്ന് കൊടുക്കാം, ഇതിന് 4 എന്ന് കൊടുക്കാം. സോ ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 4. അതിന്റെ റീസണും എന്ത് തന്നെ? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് മാത്രം എഴുതിയാൽ പോരാ. എന്തുകൊണ്ടാണ് ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയെന്ന് എഴുതി വെക്കണം. അതിന്റെ കാരണം എന്താ? എ ബി പാരലൽ സി ഡി ആൻഡ് പിന്നെ ഇതിന്റെ പേര് ബി ഡി എ ട്രാൻസ്വേഴ്സൽ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഴുതണ്ട, ഇത്ര സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി. അപ്പൊ ശരി നോക്കി, ഈ മുകളിലത്തെ ട്രയാങ്കിൾ, ഈ ഗ്രീൻ കളർ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ്, അതിന്റെ ഇൻക്ലൂഡിംഗ് സൈഡ് ഈ റെഡ് കളർ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസിനോടും അതിന്റെ സൈഡിനോടും ഈക്വൽ ആണ്, ഇൻക്ലൂഡിംഗ് സൈഡിനോടും ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ രണ്ട് ആംഗിൾസും ഒരു ഇൻക്ലൂഡിംഗ് സൈഡും ആണെങ്കിൽ ഈ ട്രയാങ്കിൾസ് നന്നായിട്ട് പഠിച്ചവർക്ക് ആ ക്രൈറ്റീരിയ അറിയാം. ആ ക്രൈറ്റീരിയയുടെ പേരാണ് എ കോൺഗ്രുവൻസ് റൂൾ അല്ലേ? അപ്പൊ ഈ എ കോൺഗ്രുവൻസ് റൂൾ പ്രകാരം നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണെന്ന്? കോൺഗ്രുവന്റ് ആണെന്ന്. therefore ട്രയാങ്കിൾ AOB കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ COD. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് നമുക്ക് എന്താ വേണ്ടത്? AO is equal to CO വേണം. അത് കിട്ടുമോ? കണ്ടോ, AO is equal to CO അല്ലേ? therefore AO is equal to CO and പിന്നെന്ത് വേണം? BO is equal to DO. കണ്ടോ, BO is equal to DO. എന്താ ഇതിന്റെ റീസൺ? CPCT. അങ്ങനെ രണ്ടാമത്തെ കാര്യവും നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി മൂന്നാമതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് ആംഗിൾ A is equal to ആംഗിൾ B is equal to 90 ഡിഗ്രി എന്ന്. ശരിക്കും ഞാൻ നേരത്തെ ഇത് ആംഗിൾ 1 is equal to ആംഗിൾ 2 എന്ന് എഴുതിയിരുന്നത് ഞാൻ തിരുത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ നമ്മൾ തൊട്ട് മുമ്പത്തെ കേസിലൊക്കെ ആംഗിൾ 1 ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട്. അപ്പൊ ശരിക്കും നമുക്ക് ഇനിയും പ്രൂവ് ചെയ്യാനുള്ളത് കണ്ടോ, ഈ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് 90 അറ്റ് റൈറ്റ് ആംഗിൾസ് എന്ന് വെച്ചാൽ ഇതാണല്ലോ ഡയഗണൽസ്. ഈ ഡയഗണൽസ് ഈ കൂട്ടിമുട്ടുന്നുണ്ട്. ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾസ് 90 ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ആംഗിൾ A is equal to ആംഗിൾ B 90 ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പഴയ ചാപ്റ്ററിലും അതേപോലെ ഈ എക്സസൈസിലെ പഴയ ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനെ വരുന്ന രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എളുപ്പമാർഗം അതിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് അത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ ആംഗിൾ A is equal to ആംഗിൾ B എന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ ആംഗിൾ A പ്ലസ് ആംഗിൾ B is equal to 180 ഡിഗ്രി. ഈ രണ്ട് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ആംഗിൾ A is equal to ആംഗിൾ B is equal to 90 ഡിഗ്രി എന്ന് കിട്ടാൻ പാടില്ല. ഈ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് കണ്ട് പഠിച്ചവർക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പാട് വരത്തില്ല. ഇപ്പൊ ഇങ്ങനെ വരുന്ന രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യണം എന്നുള്ളത് പഴയ ക്വസ്റ്റ്യൻസിൽ പഴയ ചാപ്റ്റേഴ്സിലൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് ജോലികളേ ഉള്ളൂ. ഈ ആംഗിൾ A is equal to ആംഗിൾ B എന്ന് കണ്ടുപിടിക്കണം ആദ്യം. അതിനുശേഷം കണ്ടതുണ്ട് ഇത് ലീനിയർ പെയർ ഉപയോഗിച്ച് നമുക്കിത് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ജോലി എന്ന് പറഞ്ഞാൽ ആംഗിൾ A is equal to ആംഗിൾ B എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി. ശരി, ഈ രണ്ട് ട്രയാങ്കിൾസ് എടുക്കുന്നു. ട്രയാങ്കിൾ AODയും കണ്ടോ, AOD ട്രയാങ്കിൾ AODയും ട്രയാങ്കിൾ AOBയും എടുക്കുന്നു. ഇത് കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. പറ്റുമോ? ഈക്വൽ സൈഡ്സ് ഉണ്ടോ? AD is equal to AB അല്ലേ? കാരണം എന്താ? ഒരു സ്ക്വയറിന്റെ സൈഡ്സ് ആണല്ലോ. സോ AD is equal to AB. കണ്ടോ, AD is equal to AB. അതെന്താണ്? ഗിവൺ ആണ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? AO is equal to AO. കണ്ടോ, AO is equal to AO. രണ്ടും കോമൺ ആണല്ലോ. സോ AO is equal to AO. എന്താണത്? കോമൺ സൈഡ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതേ കണ്ടോ, DO is equal to BO. DO is equal to BO. എന്താ അങ്ങനെ കിട്ടാൻ കാരണം? ഇതേ കണ്ടോ, നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് BO is equal to DO. എന്താണത്? പ്രൂവ്ഡ് എബോവ്. നമ്മൾ തൊട്ട് മുമ്പ് അത് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിലെ മൂന്ന് സൈഡ്സ് ഈ റെഡ് ട്രയാങ്കിളിലെ മൂന്ന് സൈഡ്സിനോട് ഈക്വൽ ആണല്ലോ.
അങ്ങനെ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അങ്ങനെ ഈക്വൽ ആണെങ്കിൽ ഏത് റൂളാ? SSS കോൺഗ്രൻസ് റൂൾ അനുസരിച്ച് നമുക്ക് പറയാം ട്രയാങ്കിൾ AOD കോൺഗ്രന്റ് ടു ട്രയാങ്കിൾ AOB അല്ലേ? അങ്ങനെയാണെങ്കിൽ CPCT എന്ന് എഴുതാമോ? ആംഗിൾ AOD ഈസ് ഈക്വൽ ടു ആംഗിൾ AOB അല്ലേ? ഇംപ്ലൈസ് എന്താ ആംഗിൾ AOD? ഇതിന് കണ്ടോ, ആംഗിൾ AOD എന്ന് പറഞ്ഞാൽ ആംഗിൾ A ആണ്. ദാറ്റ് ഈസ് ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ B ആണല്ലോ. അതേപോലെ നോക്കിയേ, ഈ BD ഒരു ലൈൻ അല്ലേ, ഒരു സ്ട്രേറ്റ് ലൈൻ അല്ലേ? ഒരു സ്ട്രേറ്റ് ലൈനിൽ ഇങ്ങനെ വരുന്ന രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? അതിന് പറയുന്ന പേര് ലീനിയർ പെയർ ആയിരിക്കും. അപ്പൊ നമുക്ക് അത് പറയാം. ഓൾസോ A പ്ലസ് B ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എന്താണ് കാരണം? ലീനിയർ പെയർ. ആംഗിൾ A എന്നുള്ളത് ആംഗിൾ B എന്നറിയാം. അപ്പം എയും ബിയും ഏതായാലും ഈക്വലാണല്ലോ. അങ്ങനെയാണെങ്കിൽ എക്ക് പകരം ഈ B എന്ന് ഇട്ട് കൊടുത്താലോ? ആംഗിൾ B പ്ലസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ B പ്ലസ് ആംഗിൾ B എത്രയാണത്? 2 ഇൻറ്റു ആംഗിൾ B ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ B എത്ര ആയിരിക്കും? 180/2 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നല്ലോ. കണ്ടോ, ആംഗിൾ B ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി കിട്ടി. ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി, ബാക്കി എല്ലാം ഈക്വൽ ആയിക്കോളും. അങ്ങനെ ഇവർ നമ്മോട് ചോദിച്ചിട്ടുള്ള 3 കാര്യങ്ങൾ കണ്ടോ. ഫസ്റ്റ് പാർട്ട് ഇവിടുന്ന് കിട്ടി, സെക്കൻഡ് പാർട്ട് തന്നെ ഇത് കിട്ടി, തേർഡ് പാർട്ടും കിട്ടി. മനസ്സിലായല്ലോ? അങ്ങനെ ഇവർ ചോദിച്ചിട്ടുള്ള 3 കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. Therefore നമുക്ക് എന്തെഴുതാം? ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ആന്ന് കിട്ടി അല്ലേ? ഈക്വൽ. പിന്നെ ഇത് ഇവിടെ നിന്ന് കിട്ടി, രണ്ടും ഈ ബൈസെക്ട് ചെയ്യുമെന്ന് കിട്ടി. ബൈസെക്ട് ഈച്ച് അതർ അറ്റ് എന്ത് റൈറ്റ് ആംഗിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, 90 ഡിഗ്രി കിട്ടി. സോ റൈറ്റ് ആംഗിൾസ്. വളരെ ലെങ്തി, നമ്മൾ ഇതുവരെ ചെയ്തതിൽ കണ്ടോ വളരെ ലെങ്തി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ 3 പാർട്ട് ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യന്. നന്നായി ചെയ്ത് തന്നെ പഠിച്ചോണം കേട്ടല്ലോ.